ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ജംഗിൾ എയർ ക്രാഷ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അതിൽ വരുന്ന ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദി നെറേറ്റർ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ? എന്തുകൊണ്ടാണ് ഈ നെറേറ്റർ ഒരുപാട് സമയം കാട്ടിൽ ചെലവഴിക്കേണ്ടി വരുന്നത്? The narrator's father, an ecologist, and mother, an ornithologist, were professors at San Marcos University in Lima. They had to spend a lot of time in the jungle as part of their research. The narrator also stayed with them in their jungle hut. എന്താണ്? നെറേറ്ററിൻ്റെ ഫാദർ ഒരു എക്കോളജിസ്റ്റാണ്, അതുപോലെ മദർ ഒരു ഓർണിത്തോളജിസ്റ്റുമാണ്. അവർ എന്താണ് സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫസേഴ്സാണ്. അതുപോലെ തന്നെ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് ഒത്തിരി സമയം കാട്ടിൽ ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ ഈ നെറേറ്ററും എന്താണ് അവരുടെ ആ ജംഗിളിലെ ആ കാട്ടിലുള്ള ആ കുടിലിൽ തന്നെയാണ് ജീവിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദർ എ ഹോളിഡേ മൂഡ് ഇൻ ദ പ്ലെയിൻ? അതെ, എന്തുകൊണ്ടാണ് ആ പ്ലെയിനിൽ എന്താണ് ഒരു ഹോളിഡേ മൂഡായിരുന്നു? എല്ലാവരും ഭയങ്കര സന്തോഷത്തിൽ ആഹ്ലാദത്തിലൊക്കെ ആയിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ? എന്തുകൊണ്ടാണ്? ദി ഫ്ലൈറ്റ് ജേർണി വാസ് ഓൺ 24 December, the away of Christmas. So all passengers were in a holiday mood. ആ ഫ്ലൈറ്റ് ജേർണി നടക്കുന്നത്, ആ യാത്ര നടക്കുന്നത് എന്നാണ് 24 December ആണ്. എന്ന് വെച്ചാൽ ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ആ പാസഞ്ചേഴ്സ് എല്ലാം നല്ല സന്തോഷത്തിൽ നല്ലൊരു ഹോളിഡേ മൂഡിലായിട്ടുണ്ടായിരുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻഡ് ആഫ്റ്റർ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ്? ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ ഓൺ വേർഡ്സ്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ എന്താ, പറന്നുയർന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾ സ്വയം എഴുതാനാണ്. After the takeoff, in the beginning everything was quite normal, but after 30 minutes when the flight was over the jungle, the visibility diminished, and suddenly the flight hit a storm front. An invisible power began to shake the airplane and objects fell on the passengers' heads. ഫ്ലൈറ്റ് പറന്നുയർന്നപ്പോൾ എന്താണ്, തുടക്കത്തിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, സാധാ നോർമലായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ 30 minutes കഴിഞ്ഞപ്പോൾ ആ ഫ്ലൈറ്റ് എന്താണ് ആ ജംഗിളിൻ്റെ കാടിന് മുകളിലൂടെ പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? അവിടെ വിസിബിലിറ്റി എന്താണ്, കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. കാഴ്ച മുന്നോട്ടുള്ള എന്താണ് കാണുന്നില്ല അല്ലേ? കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. ഒരു കാലാവസ്ഥ മാറ്റത്തിൽ ഫ്ലൈറ്റ് അകപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഇടിയും മഴയും ഒക്കെ കാറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ മാറ്റത്തിൽ അകപ്പെടുകയാണ് ചെയ്യുന്നത്. എന്തോ ഒരു ഇൻവിസിബിൾ പവർ, അജ്ഞാതമായ എന്തോ ഒരു ശക്തി പ്ലെയിനെ പിടിച്ച് കുലുക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ എന്താണ്, അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ആളുകളുടെ ഒബ്ജക്റ്റ് സാധനങ്ങളെല്ലാം, ലഗേജ്സ് എല്ലാം എന്താണ് ആളുകളുടെ തലയിലേക്ക്, പാസഞ്ചേഴ്സിന്റെ തലയിലേക്ക് വീഴാനൊക്കെ തുടങ്ങി. എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം സ്റ്റാർട്ടഡ് ഷൂട്ടിംഗ് ഫ്രം ദി റൈറ്റ് വിങ്. An instant later, there was a violent shaking, and Julian was thrown out of the aircraft into the air, still trapped into her seat. ആ പ്ലെയിനിന്റെ വലത് ചിറകിലൂടെ ആകെ തീജ്വാല വന്നിട്ട് ആകെ പടർന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു ഷേക്ക്, ശക്തമായിട്ടുള്ള ഒരു കുലുക്കം ഉണ്ടായി. ശക്തമായ കുലുക്കം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ജൂലിയാനെ ആ സീറ്റോടെ തന്നെ പുറത്തേക്ക് എടുത്തെറിയപ്പെട്ടു. ഓക്കെ, ഇതൊക്കെയാണ് സംഭവിച്ചത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ജൂലിയാനസ് മദർ സേ നൗ ഇറ്റ്സ് ഓൾ ഓവർ? അതെ, ജൂലിയാനയുടെ മദർ പറയുന്നുണ്ട് അല്ലെ, എല്ലാം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ജൂലിയൻസ് മദർ മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ബ്ലേസിംഗ് ഫ്ലെയിം ഷൂട്ടിംഗ് ഫ്രം ദി വിങ് ഓഫ് ദി എയർപ്ലെയിൻ ആൻഡ് റിയലൈസ്ഡ് ദാറ്റ് ദ എയർക്രാഫ്റ്റ് വാസ് ഗോയിങ് ടു എക്സ്പ്ലോഡ്. ആ പ്ലെയിനിന്റെ ചിറകിലൂടെ ആ തീജ്വാല വന്നിട്ട് ആകെ പടർന്ന് പിടിക്കുന്ന ആ കാഴ്ച അത് ജൂലിയാനയുടെ മദർ കണ്ടിട്ടുണ്ടാകും. അതുപോലെ തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്താണ്, പ്ലെയിന് എക്സ്പ്ലോഡ് ആകാൻ പോവുകയാണ്, പൊട്ടിത്തെറിക്കാൻ പോവുകയാണ് എന്നത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ജംഗിൾ ട്രീസ് ലുക്ക് ലൈക്ക് ഫ്രം എബോ? മുകളിൽ നിന്ന് നോക്കുമ്പോൾ, ആ പ്ലെയിനിൽ നിന്ന് നോക്കുമ്പോൾ ആ ജംഗിളിലെ ട്രീകൾ, കാട്ടിലുള്ള മരങ്ങളെല്ലാം എന്തുപോലെയാണ് തോന്നുന്നത്?
ദി ജംഗിൾ ട്രീസ് ലുക്ക്ഡ് ലൈക്ക് കോളിഫ്ലവേഴ്സ്. ജംഗിൾ ട്രീസ് എന്തുപോലെയാണ്? കോളിഫ്ലവേഴ്സ് പോലെയാണ് തോന്നുന്നത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് മൈറ്റ് ഹാവ് ഹാപ്പൺ ടു ജൂലിയാനെ? ജൂലിയാനയ്ക്ക് എന്താണ് സംഭവിച്ചത്? In the violent shake of the airplane, Julian might have thrown out of the aircraft with her seat. ആ വയലന്റ് ആയിട്ട് ശക്തമായിട്ടൊരു കുലുക്കുണ്ടായെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ജൂലിയാൻ ആ സീറ്റോടെ തന്നെ പ്ലെയിനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയപ്പെടുകയാണ് ചെയ്തത്. സെവൻത് ക്വസ്റ്റ്യൻ, വൈ വാസ് ജൂലിയാനെ ഫോഴ്സ്ഡ് ടു സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈയിങ് അണ്ടർ ദ സീറ്റ് ഹാഫ് അസ്ലീപ്? ആ ജൂലിയാനയ്ക്ക് ആ രാത്രി മുഴുവനും ആ സീറ്റിന്റെ അടിയിൽ ഹാഫ് സ്ലീപ്പ് എന്ന് വെച്ചാൽ എന്താ, പാതി മയക്കത്തിൽ അവിടെ തന്നെ കഴിയേണ്ടി വന്നു അല്ലെ. എന്തുകൊണ്ടാണ്? ജൂലിയാനെ കുഡ് നോട്ട് മാസ്റ്റർ ദ എനർജി ടു മൂവ് ആൻഡ് ലുക്ക്ഡ് അറൌണ്ട്. ദസ് ഷീ വാസ് ഫോഴ്സ്ഡ് ടു സ്പെൻഡ് ദ ഹോൾ നൈറ്റ് ലൈയിങ് അണ്ടർ ദി സീറ്റ് ഹാഫ് അസ്ലീപ്. ജൂലിയാനയ്ക്ക് എന്താണ്, അവിടുന്ന് ഒന്ന് മൂവ് ചെയ്യാനോ ഒന്ന് ചലിക്കാനോ അല്ലെങ്കിൽ ചുറ്റുപാടും ഒന്ന് നോക്കാനോ ഉള്ള എനർജി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലെ. അവള് ഒത്തിരി ശാരീരികമായിട്ട് ഒത്തിരി അവള് തളർന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അതുകൊണ്ടാണ് അവൾക്ക് ആ രാത്രി മുഴുവൻ ആ സീറ്റിനടിയിൽ തന്നെ കഴിയേണ്ടി വന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ഷീ പിക്ക് അപ്പ് എ ലോങ് സ്റ്റിക്ക്? അവൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു നീളമുള്ള ഒരു വടി എടുത്തെന്ന് പറഞ്ഞിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഷീ പിക്ക്ഡ് അപ്പ് എ ലോങ് സ്റ്റിക്ക് ടു പ്രോബ് ദ ഗ്രൗണ്ട് ടു അവോയ്ഡ് പോയിസണസ് സ്നേക്സ്, സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ്. അവള് ആ ലോങ് ആയിട്ടുള്ള വടി എടുത്തത് ടു പ്രോബ് ദി ഗ്രൗണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ എന്താ, ആ നേരം ആ തറയാകെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് പരിശോധിക്കുന്നത്? അവിടെ വിഷമുള്ള പാമ്പുകളോ ചിലന്തികളോ ഉറുമ്പുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. നയൻത് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ നെറേറ്റർ, ബിഗ് അനിമൽസ് ആർ ലെസ് ഡേഞ്ചറസ് ദാൻ സ്മോൾ വൺസ് ഇൻ ദ ജംഗിൾ. ഡു യു അഗ്രി? ഗിവ് റീസൺസ്. എന്താണ് നെറേറ്ററിന്റെ അഭിപ്രായത്തിൽ? വലിയ വലിയ മൃഗങ്ങൾ അവർ ഈ ചെറിയ മൃഗങ്ങളെക്കാളും ഡേഞ്ചറസ് കുറവുള്ളത് വലിയ വലിയ മൃഗങ്ങളാണെന്ന് പറയുന്നു. ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതിനുള്ള കാരണം എന്താന്ന് എഴുതണം. യെസ്, ഇൻ ദ ജംഗിൾ ബിഗ് അനിമൽസ് ആർ ലെസ് ഡേഞ്ചറസ് ദാൻ സ്മോൾ വൺസ്. ദ ലോഡ്സ് ഓഫ് പോയ്സണസ് സ്നേക്സ്, സ്പൈഡേഴ്സ് ആൻഡ് ആൻഡ്സ് ഇൻ ദ ജംഗിൾ and they are often not easily visible to us as big animals. അതെ, നിങ്ങൾ എന്താ ചെയ്യുന്നത്? അതെ, യോജിക്കുന്നുണ്ട് അല്ലേ. കാരണം എന്താണ്, ഈ വലിയ വലിയ മൃഗങ്ങളാണെങ്കിൽ അവയെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയൂലേ. പക്ഷെ ചെറിയ ചെറിയ ജീവികളാകുമ്പോൾ, ചെറിയ മൃഗങ്ങളാകുമ്പോൾ ഈ എന്താണ് വിഷമുള്ള പാമ്പുകളൊക്കെ ആകുമ്പോൾ അവയെ നമുക്ക് പെട്ടെന്ന് കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് വലിയ മൃഗങ്ങൾ ചെറിയ മൃഗങ്ങളെക്കാളും ഡേഞ്ചറസ് കുറവാണെന്ന് പറയുന്നത്. 10th question, why did she find every step in the jungle difficult? എന്തുകൊണ്ടാണ് അവൾക്ക് ആ കാട്ടിലുള്ള ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും അത് ഓരോന്നും ഒത്തിരി ഡിഫിക്കൽട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? She was walking along the banks of a stream, but the banks were overgrown with tangled vines, making every step difficult. അവൾ ഒരു നദിയുടെ തീരത്തൂടെ ആയിരുന്നു നടന്നിരുന്നത് അല്ലേ. അവിടെ ഒത്തിരി ഓവറായിട്ട് അധികമായിട്ട് വളർന്നിട്ടുള്ള ഒത്തിരി ചെടികളും അതുപോലെ തന്നെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒത്തിരി വള്ളികൾ കൊണ്ടും അവിടെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുള്ളിലൂടെ നടക്കുക എന്ന് പറയുന്നത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. 11th question, identify the expression that suggests the narrator had a disturbed sleep at night. ആ നെറേറ്റർക്ക് കാട്ടിൽ ആ രാത്രിയിലെ ഉറക്കം എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട് അല്ലേ. അത് പറയാൻ വേണ്ടിയിട്ട് ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള എക്സ്പ്രഷൻ ഏതാണെന്നാണ് എഴുതാനുള്ളത്. Nights in the jungle are attractive only in films. In real life, they are frightening. There was always a rustling somewhere. Snakes. അതെല്ലേ, എന്താണ് ഈ കാട്ടിലുള്ള രാത്രി എന്ന് പറയുന്നത് ഫിലിമുകളിൽ മാത്രമാണ് നമുക്കതൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നത് അല്ലേ. ജീവിതത്തിൽ എങ്ങനെയാണ് അത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അല്ലേ. എപ്പോഴും ഒരു റസ്ലിംഗ് സൗണ്ട് ഉണ്ടാകും. എന്ന് വെച്ചാൽ എന്താ, ഈ കരിയിലകളൊക്കെ തമ്മിൽ ഉരസുന്ന ഒരു ശബ്ദം നമുക്ക് തോന്നൂലേ. അത് കേൾക്കുമ്പോൾ നമുക്കത് പാമ്പുകളാണോ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. 12th question, what did she find senseless and why?
സെൻസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വെച്ചാൽ അർത്ഥശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതെന്ന് പറയുന്നുണ്ട് അല്ലേ. ഏത് കാര്യത്തെയാണ്? ആൻഡ് വൈ, എന്തുകൊണ്ടാണ്? When she heard the noise of the search planes, she is held out for help. It was senseless. എന്താണ് അവള് ആ സെർച്ച് പ്ലെയിൻസ് അവരെ തിരയാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ആ പ്ലെയിനുകളുടെ ശബ്ദം കേട്ടപ്പോൾ അവള് സഹായത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ശബ്ദം ഉണ്ടാക്കി നോക്കിയില്ലേ. ഇറ്റ് വാസ് സെൻസ്ലെസ്. ആ ഒരു കാര്യത്തെയാണ് അവള് സെൻസ്ലെസ് ആയിട്ടുള്ള അർത്ഥശൂന്യമായ ഒരു കാര്യം എന്ന് പറയുന്നത്. ബിക്കോസ് ദേ വുഡ് നെവർ ബി ഏബിൾ ടു സ്പോട്ട് ഹർ ഇൻ ദ തിക്ക് ഫോറസ്റ്റ്. കാരണം എന്താണ്? അവർക്ക് ഒരിക്കലും ആ തിക്കായിട്ടുള്ള ആ കാട്ടില് ഒരിക്കലും അവളെ കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഷീ ഡിസ്ക്രൈബ് ദ ജംഗിൾ ഹിയർ? എങ്ങനെയാണ് അവള് ഈ കാടിനെ കുറിച്ച് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്? The jungle is full of traps. It is a battlefield on which all plants combat, steal sunlight from each other, choke each other, and hungrily consume the dead bodies of their victims in order to live. കാട് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ ഓഫ് ട്രാപ്സ് ആണ്, കെണികളുടെ ഒരു കൂടാരമാണെന്നാണ് പറയുന്നത് അല്ലേ. അവിടെ എന്താണ്? ചെടികള് പരസ്പരം മത്സരിക്കുന്ന ഒരു യുദ്ധഭൂമി കൂടിയാണെന്നാണ് പറയുന്നത് അല്ലേ. ചെടികൾ എന്തിനാണ്? സൺലൈറ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? അവർ പരസ്പരം ശ്വാസം മുട്ടിക്കുന്നുണ്ട്. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? ഭക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? അവരുടെ ഇരയെ നശിപ്പിച്ച ഇരയുടെ എന്താണ്? ഡെഡ് ബോഡിയാണ്. ഡെഡ് ബോഡിയിൽ നിന്നാണ് അവർക്കുള്ള ഭക്ഷണമൊക്കെ ഊറ്റിയെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇതിൽ ജംഗിളിനെ കുറിച്ച് പറയുന്നത്. 14th ക്വസ്റ്റ്യൻ, വെൻ ഡിഡ് ഷീ റിസ്ക് സ്വിമ്മിങ് ഇൻ ദ റിവർ? ആ പുഴയിൽ നീന്തുക എന്നുള്ള ആ റിസ്ക് അവൾ എപ്പോഴൊക്കെയാണ് ഏറ്റെടുത്തിട്ടുള്ളത്? Whenever she could get a good view ahead, she risked swimming in the river. എന്താണ് ആ റിവർ എന്ന് പറയുന്നത്? എന്താ പുളഞ്ഞിട്ടുള്ള ഒരു റിവർ ആണെന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ. അതില് നേരായിട്ടുള്ള മുന്നോട്ട് വിശാലമായ കാഴ്ചകൾ ലഭിക്കുന്ന സമയത്തെല്ലാമാണ് അവള് റിസ്ക് എടുത്ത് അവിടെ നീന്തിയിട്ടുണ്ടായിരുന്നത്. 15th ക്വസ്റ്റ്യൻ, when did she feel that she could escape from the jungle? എപ്പോഴാണ് അവൾക്ക് തോന്നിയത് അവൾക്ക് ആ കാട്ടിൽ നിന്നും എസ്കേപ്പ് ആവാൻ, രക്ഷപ്പെടാൻ കഴിയുമെന്ന്? On her 10th day in the jungle, she saw a boat moored on the river bank and a small hut nearby. She believed that someone would come there and she could escape from the jungle. അവൾ ആ കാട്ടിൽ ഉണ്ടായിരുന്ന ആ 10ാമത്തെ ദിവസം അവൾ എന്ത് കണ്ടു? ഒരു നദീതീരത്ത് ഒരു കുടിലും അവിടെ ഒരു ബോട്ടും ഒക്കെ അവൾ കണ്ടു. അപ്പോൾ അവൾ എന്ത് വിശ്വസിച്ചു? അവിടെ ആരെങ്കിലും വരുമെന്നും അപ്പോൾ അവൾക്ക് രക്ഷപ്പെടാമെന്നും അവൾ വിശ്വസിച്ചു. 16th ക്വസ്റ്റ്യൻ, ദ സ്ക്രീമിംഗ് ഓഫ് മങ്കീസ് ആൻഡ് ദ സ്ക്രീച്ചിങ് ഓഫ് പാരക്കീറ്റ്സ് ഡിസപ്പോയിന്റഡ് ഹർ. വൈ? മങ്കീസിന്റെയും അതുപോലെ പാരക്കീറ്റ്സ് പക്ഷികളുടെയും ആ കലപ്പിലെ ശബ്ദം അവളെ ഒത്തിരി നിരാശപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? She was expecting to hear human voice and to see someone coming, but she could only hear the screaming of monkeys and screeching of parakeets instead. അവൾ പ്രതീക്ഷിച്ചിരുന്നത് എന്താണ്? മനുഷ്യരുടെ ശബ്ദവും അതുപോലെ മനുഷ്യരാരെങ്കിലും വരുന്നതുമായിരുന്നു അവൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്താണ്? മങ്കിയുടെയും അതുപോലെ പാരക്കീറ്റ്സ് പക്ഷികളുടെയും കലപ്പിലെ ശബ്ദമാണ് അവൾക്ക് കേൾക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് അവൾ ഡിസപ്പോയിന്റഡ് ആയത്. 17th ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദി നരേറ്റർ വെൻ ഷീ സേസ്, ബട്ട് ഐ ഡിഡ്ന്റ് വാണ്ട് ടു ടേക്ക് ദ ബോട്ട് വിച്ച് ബിലോങ്ങഡ് ടു സംവൺ എൽസ്. മറ്റാരുടെയോ ഉടമസ്ഥതയിലുള്ള ഈ ബോട്ട് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ അല്ലെ ആ നരേറ്ററിന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിനോടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് എഴുതാനാണ്. ഷീ വാണ്ടഡ് ടു അപ്ഹോൾഡ് ഹെർ ഹോണസ്റ്റി even when she is in danger. She did not want to steal someone else's boat to save her own life. അവള് അപകടത്തിൽ പെട്ടിരിക്കുന്ന ആ സമയത്തും അവളുടെ ഹോണസ്റ്റി, ആ സത്യസന്ധത അവള് ഉയർത്തിപ്പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. അവൾക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും അവള് ആ ബോട്ട് മോഷ്ടിക്കണമെന്ന് അവള് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല.
18th question. Why did the men let out an exclamation on seeing her? അവളെ കണ്ടപ്പോൾ ആ ആളുകൾ, ആ മനുഷ്യര് എന്താണ് ചെയ്തത്? ആശ്ചര്യത്തോടെ ശബ്ദം പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ. എന്തുകൊണ്ടാണ് അവർ ആശ്ചര്യപ്പെട്ടത്? They had never expected a human being in the jungle. So when they saw a girl in their jungle hut, they were shocked. അവർ ഒരിക്കലും ഈ കാട്ടിലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ, എന്ന് വെച്ചാൽ ഒരു മനുഷ്യജീവി അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ ആ കുടിലില് അവളെ കണ്ടപ്പോൾ അവര് ഒത്തിരി ഷോക്കാവാണ് ചെയ്തത്. 19th question. How did the men help her? ആ മനുഷ്യൻ എങ്ങനെയാണ് അവളെ സഹായിച്ചത്? They took her in their boat to the jungle settlement of Tunavista, where in a dispensary she was washed and her wounds were treated. അവരെന്ത് ചെയ്തു? അവളെ ആ ബോട്ടില് ആ വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ആ ടൂണവിസ്റ്റയിലെ ആ വനവാസികൾ തിങ്ങിപ്പാർക്കുന്ന ആ പ്രദേശത്തേക്ക് അവളെ കൊണ്ടുപോവാണ് ചെയ്തത്. അവിടെയുള്ള ഡിസ്പെൻസറിയിൽ വെച്ചിട്ട് അവളുടെ മുറികളെല്ലാം, അവൾക്ക് പറ്റിയിട്ടുള്ള മുറിവുകളെല്ലാം അവിടെ വെച്ച് ട്രീറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് വാസ് ദ ബാഡ് ന്യൂസ് ദാറ്റ് ഷീ ഹിയർഡ് ആഫ്റ്റർ ഹെർ എസ്കേപ്പ്? അവൾ അവിടുന്ന് രക്ഷപ്പെട്ടതിന് ശേഷം അവൾ കേട്ട ഏറ്റവും ബാഡ് ആയിട്ടുള്ള ആ വാർത്ത അത് എന്തായിരുന്നു? She heard from her daddy the bad news that her mother had died in the air crash. ആ എയർ ക്രാഷിൽ അവളുടെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് അവൾ അറിഞ്ഞ ആ ബാഡ് ന്യൂസ്.